ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ HSST ഫിസിക്സ് നമ്മൾ പോലും ഞെട്ടിച്ചുകൊണ്ട് HSST ഫിസിക്സിന് നോട്ടിഫിക്കേഷൻ വരികയാണ്. ഏകദേശം PSC യോഗ തീരുമാനങ്ങളൊക്കെ ആയി. നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ജനുവരി തൊട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനി അതിനുവേണ്ടി എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം അല്ലേ? അതാണ് നമുക്ക് മുന്നിലാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഏറ്റവും ആദ്യം പഠിച്ച് തുടങ്ങുന്നവൻ ഏറ്റവും ആദ്യം പഠിച്ച് കഴിയും. ഏറ്റവും ആദ്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് ഒരുപാട് തവണ റിവൈസ് ചെയ്യാൻ സമയം കിട്ടും. റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ചോദ്യങ്ങൾ MCQ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ മുന്നിൽ വരും. അപ്പോൾ നമ്മളിപ്പോൾ കുറേ PSC, ഇപ്പോൾ സയൻറ്റിഫിക് ഓഫീസർ ആണെങ്കിലും കഴിഞ്ഞ HSST ആണെങ്കിലും അതുപോലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ആണെങ്കിലും ഒക്കെ നമ്മൾ കോഴ്സ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളതാണ്. നമ്മൾ കുട്ടികളെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം ഇതാണ്. ഏറ്റവും ആദ്യം പഠിച്ച് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അത് ഏറ്റവും ആദ്യം തീർത്ത് റിവൈസ് ചെയ്ത് ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് എഫക്റ്റീവ് ഫോമിലേക്ക് മാറുന്നത്. അവരാണ് മിക്കവാറും ആദ്യത്തെ 5 റാങ്കിലേക്ക് വരാറുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ കോഴ്സ് എടുക്കുമ്പോൾ എല്ലാവരും പറയും നിങ്ങൾ ആദ്യത്തെ 5 വരണം, ആദ്യത്തെ 5 വരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴ്സുകൾ എടുക്കുന്ന കുട്ടികൾ ആദ്യത്തെ 5 1, 2, 3 പേരൊക്കെ തന്നെ ഉണ്ടാവും. കിട്ടിയോ? അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ഇതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ വെറുതെ കുറച്ച് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന പോലെയാണ്. ഒന്നെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ പഠിക്കാതിരിക്കണം. വെറുതെ എന്തിനാണ് സമയം കളയുന്നത് എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ നമുക്കിതൊരു വലിയ ചാൻസാണ്. ഈ ചാൻസ് എന്ന് പറയാൻ കാര്യമുണ്ട്. ഇപ്പോഴത്തെ ലിസ്റ്റിൽ നിന്ന് അധികം ആളുകൾ എടുത്തിട്ടില്ല. പക്ഷേ ഈ PSC വിളിച്ച് ഇതിൻ്റെ പരീക്ഷ നടത്തി ഈ ലിസ്റ്റ് വരുന്ന സമയത്ത് ഒരുപാട് വേക്കൻസികൾ വരും. അതെങ്ങനെ വരുമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ ഇപ്പോൾ എല്ലാവരും ഒരു 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ്. 52, 53 വയസ്സുള്ള ആളുകളാണ്. ഇത് ഈ +1, +2 ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ അകത്ത് കയറിയ ആളുകളാണ് കൂടുതൽ ഇപ്പോൾ അവിടെ ഉള്ളത് ഫിസിക്സ് അധ്യാപകരായിട്ട്. ഈ അധ്യാപകർ 3-4 വർഷത്തിനുള്ളിൽ റിട്ടയർ ആവും. അപ്പോൾ എന്തായാലും ഒരു 1-2 വർഷത്തിന് ശേഷം നമ്മുടെ ലിസ്റ്റ് നിലവിൽ വരും. പരീക്ഷയൊക്കെ നടത്തി ലിസ്റ്റൊക്കെ വരുമ്പോൾ 2 വർഷത്തോളം ആവും. അപ്പോൾ ഇവർ ബൾക്കായിട്ട് റിട്ടയർ ആവുന്ന സമയത്താണ് ഈ ലിസ്റ്റ് നിലവിൽ വരാൻ പോകുന്നത്. കിട്ടുന്നുണ്ടോ? അപ്പോൾ എന്താ, സ്വാഭാവികമായിട്ടും ആ ലിസ്റ്റുള്ളവർക്ക് പ്രാമുഖ്യം കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇപ്പോൾ ഉള്ള ലിസ്റ്റിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് നിയമങ്ങളായും ഒന്നും വിചാരിക്കരുത്. അടുത്ത ഒരു കാലഘട്ടം ആണ് നമുക്ക് ഒരവസരങ്ങൾ ഉണ്ടാകുന്നത്. പണ്ട് കോളേജിൽ ഇതുപോലെ അസിസ്റ്റന്റ് പ്രൊഫസറിൻ്റെ നിയമനം നടന്ന സമയത്ത് 100 പേർക്ക് നിയമനങ്ങൾ കിട്ടി. കാരണം ബൾക്കായിട്ട് കുറേ ആളുകൾ അങ്ങ് റിട്ടയർ ആയി. പക്ഷേ ഇപ്പോൾ ലിസ്റ്റിൽ നിന്ന് അധികം ആൾക്ക് കിട്ടിയില്ല. കാരണം വെച്ചാൽ ആ കയറിയ ആൾ റിട്ടയർ ആണോ എന്ന് പറയുന്നത്, പണ്ട് ഹയർ സെക്കൻഡറിയിൽ ബൾക്കായിട്ട് കയറിയുള്ള അധ്യാപകർ ഈ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് 2-3 വർഷത്തിനുള്ളിൽ റിട്ടയർ ആവും. അപ്പോൾ വേക്കൻസി ഫില്ല് ചെയ്യുന്നത് നിലവിലുള്ള ലിസ്റ്റിൽ നിന്നായിരിക്കും. ആ ലിസ്റ്റ് ഇപ്പം നിങ്ങൾ ഈ അപ്ലൈ ചെയ്ത് പഠിച്ച് എഴുതി കയറാൻ പോകുന്ന ലിസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ഇതും ഇല്ലാതെ വളരെ ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ പഠിച്ചു തുടങ്ങണം. കാരണം ഒന്ന് ആലോചിക്കുക, എന്ത് അടിപൊളി ജോലിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു തുടങ്ങണം, കാര്യമായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മൾ ഐപ്ലസും കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഈ കോഴ്സുകളുടെ ടോപ്പിക്സുകൾ നമ്മൾ കവർ ചെയ്ത് തീർക്കും. ഇപ്പോൾ ഫിസിക്സിൻ്റെ മുഴുവൻ ഭാഗങ്ങളും എടുക്കുന്നത് ഞാൻ തന്നെയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഒറ്റ കാര്യമേ ഉള്ളൂ, വെറുതെ വന്ന് പൈസ തന്നിട്ട് പോരുത്. പഠിക്കണം, പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, സിലബസ് അനാലിസിസ് അല്ലേ. HSST ഫിസിക്സ് പുതിയതായിട്ട് എഴുതാൻ പോകുന്ന കുട്ടികൾ, അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ സെറ്റൊക്കെ എഴുതി പാസ്സായി നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. ചെറിയ പ്രായത്തിൽ ഹയർ സെക്കൻഡറി അധ്യാപകരൊക്കെ ആവാൻ യോഗം ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ. ശരി, ഇവിടെ നോക്കൂ. നമുക്ക് PSCയിൽ HSST ഫിസിക്സ് 100 മാർക്കിനാണ് പരീക്ഷ വരുന്നത്. 100 മാർക്ക്. ചിലപ്പോൾ OMR വരാം, അല്ലെങ്കിൽ ഓൺലൈൻ വരാം. കഴിഞ്ഞ പ്രാവശ്യം ഓൺലൈൻ ആയിരുന്നു. ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ അത് OMRലേക്ക് പോകും, ഇല്ലെങ്കിൽ ഓൺലൈൻ ആയിരിക്കും. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വന്നിട്ട് പഠിച്ചാൽ മതി. ഇവിടെ നോക്കൂ, ഈ 100 മാർക്കിലെ ഡിവിഷൻ ഇങ്ങനെയാണ്. 70 മാർക്ക് ഫിസിക്സ് ആയിരിക്കും, 30 മാർക്ക് ജനറൽ ടോപ്പിക്സും ആയിരിക്കും. എന്താണ്? 70 മാർക്ക് ഫിസിക്സും 30 മാർക്ക് ജനറൽ ടോപ്പിക്സും ആയിരിക്കും ഇതിൻ്റെ അകത്ത്. ഓക്കെ, സമയം എത്രയാ? 1 മണിക്കൂർ 30 മിനിറ്റ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. എത്രയാണ്? 1/3 ആണ്. 0.33 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ചിട്ട് എഴുതിയാൽ മാത്രമേ റാങ്കിൽ വരാൻ പറ്റുള്ളൂ. പിടികിട്ടിയോ? ഓക്കെ, അപ്പോൾ 70 മാർക്കിന് ഫിസിക്സ് പഠിക്കണം, 30 മാർക്കിന് നമ്മൾ ജനറൽ ടോപ്പിക്സും പഠിക്കണം. ഇനി പാർട്ട് 1 ഫിസിക്സ് 70 മാർക്കിന് എന്തൊക്കെ ഭാഗങ്ങൾ, ഏതൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് പറയാം. ആദ്യം സിമ്പിളായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ഓരോ യൂണിറ്റിൽ നിന്നും എത്ര മാർക്ക് വെച്ചിട്ടുണ്ടാവും? 7 മാർക്ക് വെച്ചിട്ട് ഓരോ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുണ്ടാവും അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്സ് ആണെങ്കിൽ 7, മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് ഗ്രൂപ്പ് തിയറി ആണെങ്കിൽ 7 മാർക്ക്, ഇലക്ട്രോണിക്സ് ആണെങ്കിൽ 7 മാർക്ക്, ക്വാണ്ടം മെക്കാനിക്സ് ആണെങ്കിൽ 7 മാർക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് 7 മാർക്ക്, ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് 7 മാർക്ക്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് 7 മാർക്ക്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി 7 മാർക്ക്, മൈക്രോപ്രൊസസർ 7 മാർക്ക്, ആൻഡ് ലേസർ ആൻഡ്
ഫൈബ്രോട്ടിക്സിനും എത്ര മാർക്കാണ്? 7 മാർക്കാണ്. അപ്പോൾ ഇവിടെ ഇതാ ഈ കാണുന്ന യൂണിറ്റുകൾ, അതായത് ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, ഏഴാമത്തത്, എട്ടാമത്തതും 10ാമത്തതും ഇത്രേ പഠിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെ കൃത്യമായ പുസ്തകങ്ങൾ നോക്കി പഠിച്ച്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കുറേ പുസ്തകങ്ങളുണ്ട്, നിങ്ങളാരും പുസ്തകമൊന്നും വായിക്കാൻ പോകണ്ട, ഞാൻ വായിച്ചോളാം, ഞാൻ വായിച്ച് പറഞ്ഞുതരാം, അത് പഠിച്ചാൽ മതി. പുസ്തകം വായിക്കാൻ പോയി ഈ കാലത്തൊന്നും ഇത് പഠിച്ച് തീരത്തില്ല കേട്ടോ. പറയട്ടെ, ഇവിടെ ഒരു 8ാമത്തെ യൂണിറ്റ് ഉണ്ട്. ശരിക്കും 9ാമത്തെ യൂണിറ്റ് ഉണ്ട്. ഇലക്ട്രോഡൈനാമിക്സ് മാറ്റിയിട്ടാണ് മൈക്രോ പ്രൊസസർ എന്ന് പറയുന്ന ഭാഗം ഈ ഒരു സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രൊസസർ ഫിസിക്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കീറാമുട്ടി തന്നെയാണ്, സംശയമില്ല. ഇങ്ങനെ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മൈക്രോ പ്രൊസസർ കുറച്ചുകൂടി ഈസിയാണ്, കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള ആളുകൾക്ക്. ഇപ്പം നമ്മുടെ സയൻറ്റിഫിക് ഓഫീസർ പരീക്ഷ എഴുതിയ കുട്ടികൾക്കറിയാം 10ൽ 9 മാർക്ക് വരെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ 1 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി തിരിഞ്ഞൊക്കെ വരാം. പക്ഷെ നമ്മൾ ഗ്യാരണ്ടീഡാണ് 10ൽ 10ഉം കിട്ടാനുള്ള സൗകര്യം നമ്മൾ ചെയ്തുതരാം. അപ്പോൾ ഇവിടെ ഈ മൈക്രോ പ്രൊസസർ മുമ്പൊക്കെ ഞാനാണ് പഠിപ്പിച്ചിട്ടിരുന്നത്. പക്ഷേ എനിക്ക് നിർബന്ധമുണ്ട്, അതായത് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും പെർഫെക്റ്റ് കണ്ടന്റ് കിട്ടണം എന്നുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു, മൈക്രോ പ്രൊസസർ എന്നെ പഠിപ്പിച്ചൊരു അധ്യാപികയുണ്ട്. ആ അധ്യാപികയെ കൊണ്ടാണ് നമ്മൾ ഒരേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ടീച്ചർ നമുക്ക് ആ ക്ലാസ് എടുത്ത് തരുന്നത്. 10-15-16 വർഷം സർവീസൊക്കെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഉള്ള ഒരു ടീച്ചറാണ്. ടീച്ചർ മൈക്രോ പ്രൊസസർ ഇൻസ്ട്രുമെൻറ്റേഷനാണ്, ഭയങ്കര എക്സ്പേർട്ടാണ് പുള്ളിക്കാരി. നിങ്ങൾക്ക് ആ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും, നല്ല രസമാണ്. നമ്മൾ സയൻറ്റിഫിക് ഓഫീസർ കോഴ്സ് എടുത്ത കുട്ടികളൊക്കെ പറയുന്നുണ്ട് മിസ് നല്ല രസമാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഞെട്ടിട്ടുണ്ട് മിസ്സിൻ്റെ ക്ലാസ്. ഇപ്പം നിങ്ങൾ ഈ ക്യാമറയുടെ പുറകെ ചിലപ്പോൾ ഞാനായിരിക്കും നിൽക്കേണ്ടാവും മിസ് ക്ലാസ് എടുക്കുമ്പോൾ ഓണാക്കാനും ഓഫാക്കാനൊക്കെ. അപ്പോൾ ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് മിസ്സിൻ്റെ ക്ലാസ്, നല്ല രസമാണ്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരുന്നത്. 10 ഫിസിക്സിൻ്റെ ഭാഗങ്ങൾ കേട്ടോ, ജനറൽ ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 2, അതായത് 30 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. 30 മാർക്കിൻ്റെ ചോദ്യങ്ങളിൽ പാർട്ട് 2 ആയിട്ട് തന്നിരിക്കുന്നത് റിസർച്ച് മെത്തഡോളജിയും അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ്. ഇവിടെ 10 മാർക്കിൽ ടോട്ടൽ രണ്ടിനും കൂടി ചേർത്താണ് 10 കേട്ടോ, രണ്ടിനും കൂടി ചേർത്ത് 10 മാർക്ക്. അതായത് നിങ്ങളുടെ ജനറൽ ടോപ്പിക്സിൻ്റെ അകത്ത് 30 മാർക്ക് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജിയും അതുപോലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമാണ്. റിസർച്ച് മെത്തഡോളജിയും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും. അപ്പോൾ നമുക്കിവിടെ വേറൊരു ഗുണം കൂടിയുണ്ട്. അതായത് നിങ്ങൾക്കറിയാമല്ലോ I+, പിന്നെ സെറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. സെറ്റിൻ്റെ ക്ലാസ് ചെയ്യുന്നുണ്ട്, അതിൽ UGCയുടെ നെറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ UGCയുടെ നെറ്റിൻ്റെ ക്ലാസ്സിൽ ജനറൽ പേപ്പർ ഉണ്ട് അവർക്ക്. ആ ജനറൽ പേപ്പറിലുള്ള കാര്യങ്ങളാണ് ഇത് രണ്ടും. മനസ്സിലായോ? അതായത് കുറേ വർഷങ്ങളായിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് നമ്മൾ ഓരോ വർഷം കഴിയുന്നതോറും പഠിപ്പിക്കുന്ന ആളും നന്നായിട്ട് തെളിയും. അതുപോലെ നമ്മുടെ കണ്ടൻറ്റ് നോട്ടുകളും വളരെ പെർഫെക്റ്റ് ആവും, തെറ്റുകളെല്ലാം മാറി പെർഫെക്റ്റ് ആവും. അപ്പോൾ ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഈ UGC നെറ്റിൽ ക്ലാസ്സുകൾ ചെയ്യുന്ന അധ്യാപകർ നമുക്ക് ഒരുപാടുണ്ട് I+. അപ്പോൾ അവരായിരിക്കും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ചെയ്തു തരുന്നത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, 10ൽ 10 മാർക്ക് വാങ്ങിക്കാനുള്ള കണ്ടൻറ്റും വളരെ പെർഫെക്റ്റായിട്ട്. പുതിയതായിട്ട് ഒരാൾ പഠിപ്പിക്കുമ്പോൾ അയാൾക്കൊരു ഡൗട്ടുകൾ ഉണ്ടാവും, എന്താ ചോദിക്കാൻ പോകുന്നത്, എവിടെ നിന്നാണ്, എന്താ, ഇങ്ങനെയൊക്കെ ഡൗട്ടുകളാണ്. പക്ഷേ നമ്മൾ അങ്ങനെയൊന്നുമില്ല. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് പഠിപ്പിച്ച് കൈകാര്യം ചെയ്യുന്ന, ഇത് മാത്രം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഫാക്കൽറ്റിയിൽ നമുക്കുണ്ട്. അപ്പോൾ അവരെ കൊണ്ട് ഈ ജനറൽ ടോപ്പിക്സിൽ നിങ്ങൾക്ക് എടുത്തു തരാം. ഫിസിക്സ് മാത്രം ഞാൻ പറയാറുണ്ട്, സബ്ജക്റ്റ് അറിയാവുന്ന ആളുകൾ 70 മാർക്ക് നന്നായിട്ട് എഴുതും, മറ്റൊരു 30 മാർക്ക് നന്നായിട്ട് എഴുതും സബ്ജക്റ്റ് അറിയാത്ത ആളുകൾ. പക്ഷേ രണ്ടും അറിയാവുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കിയേ, റാങ്കിൻ്റെ ആദ്യം വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ദെൻ അടുത്ത പാർട്ട് 3 10 മാർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ, അങ്ങനെയുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങൾ. PSC, ഇപ്പോൾ നമുക്കും PSCയുടെ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കുകൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് 10 മാർക്കിന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ദെൻ പാർട്ട് 4 എടുത്തു കഴിഞ്ഞാൽ 10 മാർക്കാണ്, ജനറൽ നോളജും കറണ്ട് അഫയേഴ്സുമാണ്. അത് നിങ്ങൾക്കറിയാം, സെറ്റ് പരീക്ഷയുടെ പേപ്പർ 1ൽ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ മാസവും കറണ്ട് അഫയേഴ്സ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്പിൻ്റെ അകത്ത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സൊക്കെ വളരെ ഇതായിട്ട് തന്നെ കിട്ടും 10 മാർക്ക് കേട്ടോ. അപ്പോൾ 70ൽ നിങ്ങൾ സേഫാണ്, ആദ്യത്തെ 10ൽ സേഫാണ്, രണ്ടാമത്തെ 10ൽ സേഫാണ്, മൂന്നാമത്തെ 10ലും സേഫാണ്. അപ്പോൾ 100 മാർക്കിനുള്ള കണ്ടൻറ്റ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് I+ന് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, കം ടു ദ പോയിന്റ്. അപ്പോൾ നമുക്ക് ഫിസിക്സിൻ്റെ സിലബസ് ഒന്ന് വിശദമായിട്ട് പറയാം. അപ്പോൾ ഫിസിക്സിൻ്റെ സിലബസിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം പഠിക്കാനുള്ളത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. ഈ ക്ലാസിക്കൽ മെക്കാനിക്സ് എടുക്കുമ്പോഴും ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ എല്ലാ MSCക്കൊക്കെ പഠിക്കുന്ന പോലെ എല്ലാ ഭാഗങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. വളരെ സെലക്റ്റഡ് ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ അതായത് കൺസ്ട്രെയിൻഡ്, ജനറലൈസ്ഡ് കോർഡിനേറ്റ് പോലെയുള്ള കാര്യങ്ങൾ. നിങ്ങൾ കൺസ്ട്രെയിൻഡ് ഓർക്കുന്നുണ്ടോ? എന്താണ് കൺസ്ട്രെയിൻഡ്? ദീസ് ആർ ജിയോമെട്രിക്കൽ റെസ്ട്രിക്ഷൻസ് ഫോർ ദി ഫ്രീഡം മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അല്ലേ? ഒരു പാർട്ടിക്കിളിനെ
ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ സമ്മതിക്കാത്ത എന്തോ ഒന്ന്, അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിൽ പശു ഉണ്ടെങ്കിൽ പശുവിൻ്റെ കഴുത്തെ കയറ് കെട്ടിയിട്ട് ഒരു മരത്തെ കെട്ടിയിടുക അല്ലേ, ആ കയറെന്ന് പറയുന്നത് പശുവിൻ്റെ കൺസ്ട്രെയിൻ്റ് ആണ്. കയറിൻ്റെ ആ ദൂരം വിട്ട് അവനങ്ങ് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് പാർട്ടിക്കിളും റെസ്ട്രിക്റ്റഡ് ആവാം ചില സമയത്ത്. അപ്പോൾ അതിനെയാണ് നമ്മൾ കൺസ്ട്രെയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അയ്യോ നമ്മൾ സിലബസ് ആണല്ലോ പറയുന്നത്, ഞാൻ പോട്ടെ ക്ലാസ്സിൽ പറയാം. ശരി. പിന്നെ ഡി-എൽഎംബേർട്സ് പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് പഠിക്കുന്ന ലഗ്രാഞ്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, ഹാമിൽട്ടൺ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്, ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ പഠിക്കാനുണ്ട്, ഹാമിൽട്ടൺ ജക്കോബി ഇക്വേഷൻസുകൾ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഹാർമോണിക് ഓസിലേറ്റർ പഠിക്കാനുണ്ട്. സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൽ നമുക്ക് കെപ്ലർ പ്രോബ്ലം പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ കയോസ് പഠിക്കാനുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അല്ലാതെ ഉള്ള ചവറെല്ലാം കൂടി ഇതിൻ്റെ അകത്തില്ല, കൃത്യമായിട്ട് അറേഞ്ച്ഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. നമ്മൾ റെഫർ ചെയ്യുന്ന പുസ്തകം എന്ന് പറയുന്നത് അരുൾദാസ് സാറിൻ്റെ ക്ലാസിക്കൽ മെക്കാനിക്സ് റെഫർ ചെയ്യുന്നുണ്ട്. കയോസ് ഒക്കെ ആ ഭാഗത്ത് നല്ല ഭംഗിയായിട്ടുണ്ട്. കയോസ് അവിടെ നിന്നാണ് മിക്കവാറും ചോദ്യങ്ങൾ വരുന്നത്. പിന്നെ ഉപാധ്യായയുടെ പുസ്തകം നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ ഗോൾഡ്സ്റ്റീൻ്റെ പുസ്തകവും നല്ലൊരു പുസ്തകമാണ്, വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകം, അതും നമ്മൾ നോക്കുന്നുണ്ട്. ഞാൻ പിന്നീടൊരു വീഡിയോയിൽ ഏതൊക്കെ റെഫറൻസ് പുസ്തകങ്ങൾ വേണമെന്ന് പറയാം കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് പറയുന്നത് എല്ലാം കുറേ പറയും. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് മാത്തമാറ്റിക്കൽ ഫിസിക്സ് ആൻഡ് ഗ്രൂപ്പ് തിയറിയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, ഫുറിയർ സീരീസും ഫുറിയർ ഇൻ്റഗ്രലും പഠിക്കണം. ഫുറിയർ സീരീസും ഫുറിയർ ഇൻ്റഗ്രലും ഇതിനകത്ത് നിങ്ങൾ പഠിക്കണം. നമ്പർ 2, സ്പെഷ്യൽ ഫംഗ്ഷൻസ്. ആ സ്പെഷ്യൽ ഫംഗ്ഷൻ്റെ അകത്തും എല്ലാം ഒന്നും പഠിക്കണ്ട. ഇവിടെ എഴുതിയിട്ടുണ്ട്, ലെജൻഡർ പഠിക്കണം അല്ലേ, ബെസൽ പഠിക്കണം, ഹെർമൈറ്റ് പഠിക്കണം, ലാഗ്രെ പഠിക്കണം കേട്ടോ. അത്രയും മാത്രം പഠിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കുന്നത് കോംപ്ലക്സ് നമ്പേഴ്സും കോംപ്ലക്സ് ഇൻ്റഗ്രൽസും ആണ് കേട്ടോ. അപ്പോൾ നോക്കിയോളൂ, ഫുറിയർ സീരീസ് പഠിക്കാനുണ്ട്, അതുപോലെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്, കോംപ്ലക്സ് നമ്പേഴ്സ് പഠിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ജനറൽ ഫംഗ്ഷൻസ് ഉണ്ട്, ബീറ്റ ഫംഗ്ഷൻ, ഡെൽറ്റ ഫംഗ്ഷൻ, ഗാമ ഫംഗ്ഷൻ, സിമ്പിൾ ചോദ്യങ്ങളാണ്. അപ്പോൾ കുറച്ച് ടോപ്പിക്കേ ഉള്ളൂ, എല്ലാം ഒന്നും ഇതിൻ്റെ അകത്തില്ല, മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഗുണമാണ്, 7 മാർക്കിന് നമ്മൾ ഇത്രയും മാത്രം പഠിച്ചാൽ 7 മാർക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദെൻ മൂന്നാമത്തെ യൂണിറ്റ് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സിൻ്റെ അകത്ത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ അല്ലേ, അതായത് ഇതിൻ്റെ അകത്ത് വലിയ ഘടാഘടീയന്മാരായിട്ടുള്ള സിലബസോ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല. നമ്മൾ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് FET ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ പഠിക്കാനുണ്ട്. അതുപോലെ VVR, കഴിഞ്ഞ സയൻറ്റിഫിക് ഓഫീസർ പരീക്ഷ ആൾക്ക് അറിയാം, VVR ഒക്കെ എൻ്റെ ചോദിച്ചിരുന്നു. പിന്നെ ഫോട്ടോ ഡയോ ഡിറ്റക്ടേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ ഓപ്പറേഷൻ ആംപ്ലിഫയർ അതിൻ്റെ പാരാമീറ്റേഴ്സും പഠിക്കാനുണ്ട്. അതുപോലെ ഫിൽറ്റേഴ്സ്, ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ ഷ്മിറ്റ് ട്രിഗർ പഠിക്കാനുണ്ട്. പിന്നെ മോഡുലേഷൻ ആൻഡ് ഡീമോഡുലേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നിങ്ങൾ പഠിക്കാനുണ്ട്. കണ്ടോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങൾ. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഇല്ല, അതിന് പകരം ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്ററാണ് ഇത് പഠിക്കാനുള്ളത്. ഓപ്പറേഷൻ ആംപ്ലിഫയർ പഠിക്കാനുണ്ട്. പിന്നെ ഫോട്ടോ ഡിറ്റക്ടേഴ്സ് പഠിക്കാനുണ്ട്, LED, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫിൽറ്ററുകൾ പഠിക്കാനുണ്ട്. ഓപ്പറേഷൻ ആംപ്ലിഫയറും അതിൻ്റെ പാരാമീറ്ററും ആപ്ലിക്കേഷനുകളും പഠിക്കാനുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫിൽറ്ററുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെയും പുസ്തകം നമ്മൾ സാധാരണ നോക്കുന്നത് പല പുസ്തകങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ തന്നെ ഒരു 3 പുസ്തകങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഓതറിൻ്റെ പേര് കൃത്യം ഞാൻ ഓർക്കുന്നില്ല, എൻ്റെ കയ്യിലുണ്ട് ആ പുസ്തകം, ഞാൻ എപ്പോഴും കാണിക്കാം ക്ലാസ്സിൻ്റെ സമയത്ത്. 3 പുസ്തകങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ നോക്കുന്നുണ്ട്. പിന്നെ അത് അത്രയും ഡീറ്റെയിൽഡ് നോക്കിയാൽ മാത്രമേ അവിടെ നമുക്ക് ചോദ്യങ്ങൾ കിട്ടുള്ളൂ. പിന്നെ ഗെയ്ക്വാദിൻ്റെ ഓപ്പറേഷൻ ആംപ്ലിഫയർ, അതിൻ്റെ അകത്ത് നമ്മൾ ഫിൽറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ആംപ്ലിഫയറിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് എല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നത്. ബട്ടർ വർത്ത് ഫിൽറ്ററൊക്കെ അതിൻ്റെ അകത്ത് നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട് അത്. പിന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ BL തെരേജയുടെ ബേസിക് ഇലക്ട്രോണിക്സ്, കേരള യൂണിവേഴ്സിറ്റിയുടെ ഇലക്ട്രോണിക്സ് സബ്ബുള്ള ആളുകൾ പഠിക്കുന്ന പുസ്തകമാണ്. ഒരു നല്ല പുസ്തകമാണ്, ബേസിക്കായിട്ട് പഠിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. ദെൻ നമ്മൾ 4ാമത്തെ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്വാണ്ടം മെക്കാനിക്സ് നൂറുദ്ദീൻ സെറ്റ്ലിയുടെ പുസ്തകം, അരുൾദാസ് സാറിൻ്റെ പുസ്തകം, പിന്നെ VK തങ്കപ്പൻ സാറിൻ്റെ ഒരു പുസ്തകമുണ്ട്, അത് നമ്മൾ നോക്കാറുണ്ട്. സാക്കുറൈ MG യൂണിവേഴ്സിറ്റിയുടെ പുസ്തകമാണ്, അത് നമ്മൾ നോക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ റെഫറൻസ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ബേസിക് ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കാനുണ്ട്. ആംഗുലർ മൊമെൻ്റം ഓപ്പറേറ്റർ ഉണ്ട്, അങ്ങനെ പല ബേസിക് ഓപ്പറേറ്റേഴ്സ്, അതിൻ്റെ മെട്രിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, അതിൻ്റെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ അതിനുശേഷം നമ്മൾ സ്കാറ്ററിങ്, ആ ഭാഗത്തുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഡിഫറൻഷ്യൽ സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ അതൊക്കെ പഠിക്കാനുണ്ട്, ഒപ്റ്റിക്കൽ തിയറം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാൽ. പിന്നെ നമ്മൾ പേർട്ടർബേഷൻ പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ ഇതാണ് റിലേറ്റിവിസ്റ്റിക് വെയിൽ ഇക്വേഷനൊക്കെ റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിലുള്ളതാണ്. അതായത് ഒരുപാട് ടോപ്പിക്കുകൾ അങ്ങനെ പോകുന്നില്ല, നമ്മൾ ഈ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ അതില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ പഠിപ്പിക്കും, ഹാർമോണിക് ഓസിലേറ്റർ പഠിപ്പിക്കും, കാരണം അവിടെ നിന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതണം, അതുകൊണ്ടാണ്.
പക്ഷേ ഞാൻ പറയുകയാണ് ബേസിക്കലി ഓപ്പറേറ്റേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, സ്പിൻ മെട്രിക്സുകൾ, പോളി സ്പിൻ മെട്രിക്സ് പോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ സ്കാറ്ററിംഗിൻ്റെ ഡിഫറൻഷ്യൽ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ, പെർട്ടർബേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, റിലേറ്റിവിസ്റ്റിക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇത്രയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഭാഗത്ത് നിന്ന് 4ാമത്തെ യൂണിറ്റ് പഠിക്കുന്നത്. ഇതിൽ 5ാമത്തെ യൂണിറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് ആണ്. BK പാത്രി എന്ന പുസ്തകമാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റും എല്ലാ പ്രാവശ്യവും ചോദ്യം ചോദിക്കുന്നതാണ് എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആൻഡ് ഗിബ്സ് പാരഡോക്സ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ ചെയ്തിട്ടുണ്ട്. എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആൻഡ് ഗിബ്സ് പാരഡോക്സ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വിരിയൽ തിയറം പോലെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ് ബിഹേവിയർ ഓഫ് ഐഡിയൽ ഗ്യാസസുകൾ, അതായത് ഫെർമി ഗ്യാസിൻ്റെയും പഠിക്കണം. അതുപോലെ തന്നെ ഐഡിയൽ ഫെർമി ഗ്യാസിൻ്റെ പോളിപാരാമാഗ്നറ്റിസവും ലാൻഡു ഡയാമാഗ്നറ്റിസവും നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ചെറിയ ഹെഡിങ്ങുകളാണ്, ചെറിയ ഭാഗമാണ്, ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിലെ ഏറ്റവും കുറച്ചുകൂടെയൊക്കെ ആയാസരഹിതമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗം അതാണെന്ന് തോന്നുന്നു. ദെൻ ഇത് കുറേ എഴുത്തുണ്ടെങ്കിലും ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് കിട്ടുന്ന ഭാഗം ഇതാണ്. ഏറ്റവും സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഭാഗം ഇതാണ്. ബേസിക് ചോദ്യങ്ങളാണ് ഇവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ അകത്ത് നമ്മളെപ്പോഴും ന്യൂക്ലിയർ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യം തുടങ്ങുന്ന കാര്യങ്ങളുണ്ട്. ബേസിക്സ് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് എന്തൊക്കെയാണ്? ന്യൂക്ലിയർ സൈസ്, ഷേപ്പ്, മാസ്, ബൈൻഡിങ് എനർജി. ഓർക്കുന്നുണ്ടോ? നമ്മളിങ്ങനെ R = R0 × A⁻⁴ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ ADC പഠിക്കും അല്ലേ? പിന്നെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കും. BE/A വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കും. അയൺ 56 ഏറ്റവും കൂടുതൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്നൊക്കെ നമ്മൾ പഠിക്കും അല്ലേ? അതൊക്കെ. ദെൻ സെമി എംപിരിക്കൽ മാസ് ഫോർമുല, നമ്മളൊരു ഷോർട്ട് ഫോം ഒക്കെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? VS6CAP അല്ലേ? വോളിയം എനർജി, സർഫസ് എനർജി, കുളമിക് എനർജി, അസിമെട്രിക് എനർജി, പെയറിംഗ് എനർജി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് നമ്മൾ ഷോർട്ട് ഫോം പഠിച്ചിട്ടുണ്ട്. എല്ലാം കൂടി മനസ്സിൽ നിൽക്കാൻ വേണ്ടി ഷോർട്ട് ഫോമാണത്. VS ക്യാപ്പ് എന്ന് ഞാൻ പറയാറുണ്ട്. ഓക്കെ, ക്ലാസ്സിൽ പറയാം നമുക്കത്. ദെൻ കുറച്ച് സ്പിൻ ഓർബിറ്റ് പൊട്ടൻഷ്യൽ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് ക്വാർക്ക് മോഡലാണ്. ക്വാർക്ക് മോഡൽ അതായത് ക്വാണ്ടം ക്രൊമോഡൈനാമിക്സ്, ഗ്ലൂവോൺസ്, ഇങ്ങനെയുള്ള അതായത് പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമ്മൾ ന്യൂക്ലിയറിൻ്റെ ഷെൽ മോഡൽ പഠിക്കാനുണ്ട്. പിന്നെ ഷെറർ ഇക്വേഷനൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. സിമ്പിൾ ചോദ്യങ്ങളോട്ട് ഇതിന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ. പക്ഷേ പഠിക്കാതെ ഇതൊന്നും പറ്റില്ല. അത് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ പഠിക്കണം കേട്ടോ. ഓക്കെ, ദെൻ 7ാമത്തെ യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് ആണ് 7ാമത്തെ യൂണിറ്റിൽ വരുന്നത്. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് നമ്മൾ വഹാബിൻ്റെ പുസ്തകവും SO പിള്ളയുടെ പുസ്തകമാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. അതിൻ്റെ 500 സോൾവ്ഡ് പ്രോബ്ലംസ് 2 സപ്ലിമെൻ്ററി ടെക്സ്റ്റുകളും അതിന് അവൈലബിൾ ആണ്. ആ പുസ്തകവും നമുക്ക് നല്ലതാണ്, കാരണം ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് എല്ലാം ചോദിക്കുന്ന ആ പുസ്തകത്തിൽ നിന്നാണ്. ഓക്കെ, ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മില്ലർ ഇൻഡിസസ്, റെസിപ്രോക്കൽ ലാക്റ്റിസ് ഓർക്കുന്നുണ്ടോ? FCC, BCC അല്ല, ഇതിനെല്ലാം കറസ്പോണ്ടിങ് റെസിപ്രോക്കൽ ലാക്റ്റിസ് ഉണ്ട്. ആ റെസിപ്രോക്കൽ ലാക്റ്റിസിന് ഏരിയ ഉണ്ട്, വോളിയം ഉണ്ട്, ഇതെല്ലാം കണ്ടുപിടിക്കണം. പിന്നെ ഐൻസ്റ്റീൻ്റെ മോഡലും അതുപോലെ തന്നെ സ്പെസിഫിക്കിറ്റും അതുപോലെ തന്നെ ഡീബൈ മോഡലും പഠിക്കാനുണ്ട്. ക്രോണിക് പെന്നി മോഡൽ, ബ്ലോക്ക് ഫംഗ്ഷൻ, ബ്ലോക്ക് തിയറം, പിന്നെ ഫെറോമാഗ്നറ്റിസം, ആൻറ്റി ഫെറോമാഗ്നറ്റിസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ബിസിസ് തിയറി ഓഫ് ഫെറോമാഗ്നറ്റിസം പഠിക്കാനുണ്ട്. സൂപ്പർ കണ്ടക്ടേഴ്സ് പഠിക്കാനുണ്ട്. കൂപ്പർ പെയേഴ്സ് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇങ്ങനെ നോക്കുമ്പോൾ കേട്ടിട്ടുള്ള പോലെ തോന്നും, പക്ഷേ ഇരുന്ന് പഠിക്കണം. ഒരു ടോപ്പിക് എടുത്താൽ ഇപ്പം മില്ലർ ഇൻഡിസസ്, റെസിപ്രോക്കൽ ലാക്റ്റിസ് എന്നൊരു ടോപ്പിക്ക് മാത്രം എടുക്കും. എന്നിട്ട് ഇതിൻ്റെ മാത്രം ഒരു 25-30 ചോദ്യങ്ങൾ നമ്മൾ അങ്ങ് ചെയ്യും. MCQ അല്ലേ? അതിന് പരമാവധി കിട്ടാവുന്ന 30 ചോദ്യങ്ങളായിരിക്കും നമുക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടാവുന്ന ചോദ്യങ്ങൾ. അത് മുഴുവൻ നമ്മൾ ചെയ്താൽ പിന്നെ അതിൽ നിന്നല്ലേ എന്തായാലും ചോദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ആ മുഴുവൻ മാർക്കും തന്നെ കിട്ടും. അതാണ് നമ്മൾ കുറേ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു, ഈ നമ്മൾ ടെസ്റ്റുകൾ ഒരുപാട് നടത്തുന്നതുകൊണ്ട് അങ്ങനെ കുറേ ഗുണങ്ങൾ കിട്ടും. ചോദ്യ പേപ്പർ കിട്ടുമ്പോൾ നമുക്ക് തോന്നുമേ ഇതെന്താണ്, എല്ലാം അറിയാവുന്നതാണല്ലോ. ശരി, 8ാമത്തെ യൂണിറ്റ് എടുത്തതിൽ അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പിയാണ്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നമ്മൾ എപ്പോഴും പഠിക്കാറുള്ള പോലെ തന്നെ രാമൻ സ്പെക്ട്രവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷണൽ സ്പെക്ട്രമുണ്ട്, വൈബ്രേഷണൽ സ്പെക്ട്രമുണ്ട്, അതുപോലെ മോസ്ഫെറ്റ് സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, NMR ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയൊരു യൂണിറ്റാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എന്തൊക്കെയോ പോലെ തോന്നുമെങ്കിലും വലിയ പാടുള്ളതൊന്നുമല്ല. സിമെട്രിക് ടോപ്പും അസിമെട്രിക് ടോപ്പും അതിൻ്റെ രാമൻ എഫക്റ്റും ഇൻവേഴ്സ് രാമൻ എഫക്റ്റും ഒക്കെ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഡെസ്ലാൻഡർ സ്റ്റേബിൾ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് 8ാമത്തെ യൂണിറ്റ്, അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. ദെൻ കം ടു ദ പോയിന്റ്, മൈക്രോ പ്രോസസ്സറാണ്. മൈക്രോ പ്രോസസ്സറിൻ്റെ അകത്ത് പ്രധാനമായിട്ട് നമുക്ക് നോക്കാനുള്ളത് 8085 മൈക്രോ പ്രോസസ്സറാണ് പഠിക്കാനുള്ളത്. 8085 അതിൻ്റെ ആർക്കിടെക്ചറുണ്ട്, ചെറിയ അഡീഷൻ പോലെയുള്ള, സബ്സ്ട്രാക്ഷൻ പോലെയുള്ള ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ
പിൻ ഡിസ്ക്രിപ്ഷനും എക്സ്പ്ലനേഷനും പഠിക്കാനുണ്ട്, അതിൻ്റെ ടൈമിംഗ് സർക്യൂട്ടുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ അതിൻ്റെ ഡേറ്റ ട്രാൻസ്ഫർ സ്കീമുകൾ നമുക്കുണ്ട്. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് മൈക്രോ പ്രോസസ്സർ, അതായത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറും ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും പഠിക്കാനുണ്ട്. ദെൻ നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിക്കുന്ന സെയിം കാര്യം തന്നെയാണ് ഇവിടെയും പഠിക്കുന്നത്. ദെൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് അഡീഷണൽ പഠിക്കാനുള്ളത് 8051 മൈക്രോ കൺട്രോളറാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. 8085 ഉണ്ട്, 8051 ഉണ്ട്. 8085 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സറും 8051 എന്ന് പറയുന്ന മൈക്രോ കൺട്രോളറുമാണ്. രണ്ടും പഠിക്കാനുണ്ട്. പക്ഷേ മൈക്രോ കൺട്രോളറിൻ്റെ ബേസിക്സ് അത്രയേ ഉള്ളൂ. ഓവർ വ്യൂ ഓഫ് 8051 മൈക്രോ കൺട്രോളർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ ടീച്ചർ കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറഞ്ഞുതരും. യെസ്, 10ാമത്തെ യൂണിറ്റാണ് ലേസേഴ്സ് ആൻഡ് ഫൈബ്രോട്ടിക്സ് ആണ് നമ്മൾ 10ാമത്തെ യൂണിറ്റിനകത്ത് പഠിക്കുന്നത്. ഇതൊരു നല്ല യൂണിറ്റ് ആവട്ടോ, കാരണം കുറേ ആപ്ലിക്കേഷൻ ഫിസിക്സ് കൊണ്ടുള്ള ഗുണങ്ങൾ വരുന്ന ഒരു യൂണിറ്റാണ് ലേസേഴ്സ് ആൻഡ് ഫൈബ്രോട്ടിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഐൻസ്റ്റൈൻ കോഎഫിഷ്യൻ്റ് ഉണ്ട്, ലൈൻ ബ്രോഡനിങ് മെക്കാനിസം. നമ്മൾ ഈ ഐൻസ്റ്റൈൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം വരും. അതായത് എന്താണ് ലേസറിൻ്റെ പ്രിൻസിപ്പിൾ, ഒപ്റ്റിക്കൽ പമ്പിങ് എന്താണ്, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്താണ്, 2 ലെവൽ ലേസർ സിസ്റ്റം എന്താണ്, 3 ലെവൽ ലേസർ സിസ്റ്റം എന്താണ്, 4 ലെവൽ ലേസർ സിസ്റ്റം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെടുത്തി ഐൻസ്റ്റൈൻ കോഎഫിഷ്യൻ്റ് പറയും നമ്മൾ. പിന്നെ അതിൻ്റെ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം, അതായത് ഇങ്ങനെ കിട്ടേണ്ട പീക്ക്, അതായത് ശരിക്കും നമുക്ക് ഒരു ലേസറിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ് വരേണ്ടത്, വളരെ ഒരു ബണ്ടിൽ ഒരു പീക്ക് ഇങ്ങനെ കിട്ടണം നമുക്ക് ലേസർ ഔട്ട്പുട്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഈ ലേസറിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ഫ്ലാറ്റായി പോകും, ബ്രോഡായി പോകും. അതായത് ഇങ്ങനെ ഇരിക്കേണ്ട ആൾ ബ്രോഡായി പോകും. ഇതിനെയാണ് നമ്മൾ ലൈൻ ബ്രോഡനിങ് മെക്കാനിസംസ് എന്ന് പറയുന്നത്. കണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ എന്താണ്, ക്യൂ സ്വിച്ചിങ് ഉണ്ട്, മോഡ് ലോക്കിംഗ് ഉണ്ട്, 4 ലെവൽ സോളിഡ് സ്റ്റേറ്റ് ലേസർ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലേസർ. അത് പഠിക്കാനുള്ളത് 4 ലെവൽ സോളിഡ് സ്റ്റേറ്റ് ലേസർ, കാർബൺ ഡൈ ഓക്സൈഡ് ലേസർ, ഡൈ ലേസർ, സെമി കണ്ടക്ടർ ലേസേഴ്സ്. കണ്ടോ, പിന്നെ അതിൻ്റെ സ്പേഷ്യൽ ഫ്രീക്വൻസി ഫിൽറ്ററിങ്ങും ഹോളോഗ്രഫിയും. നല്ല ടോപ്പിക്കാണ് ഹോളോഗ്രഫി. ഒരു ചോദ്യം സിമ്പിളായിട്ട് കിട്ടും ഹോളോഗ്രഫി. സെക്കൻഡ് ഹാർമോണിക് ജനറേഷൻ. പിന്നെ ഒപ്റ്റിക് ഫൈബറാണ്. ഒപ്റ്റിക് ഫൈബറിൻ്റെ അകത്ത് അക്സെപ്റ്റൻസ് ആംഗിൾ, ന്യൂമറിക്കൽ അപ്പർച്ചർ പോലെയുള്ള കാര്യങ്ങൾ. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സിനെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ അതിന് തന്നെ അബ്സോർപ്ഷൻ, ലീക്കി ലോസ്, റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് ലോസ്, ഇൻഹറൻറ്റ് ഡിഫക്റ്റ് ലോസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് പഠിക്കാനുണ്ട്. അതായത് ഒപ്റ്റിക് ഫൈബറും വളരെ നല്ലതായിട്ട് പഠിക്കാനുണ്ട്, ലേസർ ആൻഡ് ഫൈബ്രോട്ടിക്സും നന്നായിട്ട് പഠിക്കാനുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ അതിനും നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ലേസറിൻ്റെയൊക്കെ സെപ്പറേറ്റ് പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഖദക്കിൻ്റെയൊക്കെ ഒപ്റ്റിക്സിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിസിക്സിൻ്റെ 70 മാർക്കിൻ്റെ ചോദ്യങ്ങൾ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പറഞ്ഞു പോവുകയാണ്. ജനറൽ ടോപ്പിക്സ് കൺസേൺ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് തരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പഠിക്കാനുണ്ട്. നമ്മൾ BEdന് പഠിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്, മെത്തഡ് ഓഫ് ടീച്ചിങ് അല്ലേ, ടീച്ചിങ് എയ്ഡ്, അതുപോലെ തന്നെ ഇവാലുവേഷൻ സിസ്റ്റംസ്. ഇതൊക്കെ നമ്മൾ BEdന് പഠിക്കും. 5 മാർക്ക് അവിടെ നിന്ന് കിട്ടും. ബാക്കി 5 മാർക്ക് എന്ന് പറയുന്നത് എന്താണ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡാണ്. റിസർച്ച് മീനിങ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ടൈപ്സ്. ഇതിൻ്റെയൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ എല്ലാം ഒരുപോലെ തോന്നും, എല്ലാം കറക്റ്റായിട്ട് തോന്നും. നമ്മൾ കൊണ്ട് നെഗറ്റീവ് അടിക്കും. അപ്പോൾ നമ്മൾ ഫിസിക്സും അടിക്കുന്ന മാർക്ക് അവിടെ പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം. തിസീസ് റൈറ്റിംഗ് എന്താണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഫോർമാറ്റും ഒക്കെ എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കണം. ദെൻ പാർട്ട് 3 10 മാർക്ക്. ഇത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. സോഷ്യസ് വെൽഫെയർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ നോക്കണം. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള PSC ജനറൽ PSC പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ ഓക്കെ, പിന്നെ ഏറ്റവും അവസാനം എന്താണ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫെയർസ്. എന്താണ് ജനറൽ നോളജും കറണ്ട് അഫെയർസും? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും 10 മാർക്കിന് കിട്ടും. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ ഈ സിലബസിൻ്റെ ഏറ്റവും അവസാനം PSC അത് ഒരുവിധപ്പെട്ട എല്ലാ സിലബസും തരും. ഇങ്ങനെ നോട്ട് ഇടും. എന്താണ്, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽഡ് അബോവ്, ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക്സ് prescribed for the educational qualification of the post may also appear in the question paper, and there is no undertaking that all the topics above may be covered in the question paper. അതായത് നമ്മളാരും കേസിന് പോകാതിരിക്കാനുള്ള ഒരു കുലുമാലാണ്, ഒരു നോട്ടാണ് ഇവരുടെ അത് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ സിലബസ് ഇതാണ്, പക്ഷേ ഈ സിലബസിൽ തന്നെ എല്ലാ ചോദ്യങ്ങളും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചോദ്യങ്ങൾ ചിലപ്പം പുറത്തുനിന്ന് വരാം. എങ്ങനെ പുറത്തുനിന്ന് വരാം? നിങ്ങൾക്കിപ്പോൾ MSc ഫിസിക്സും BEdും ആണ് യോഗ്യത. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ വേണമെങ്കിലും ഇതിനകത്ത് ചോദിക്കാം. നിങ്ങൾക്ക് കേസിന് പോകാൻ പറ്റില്ല എന്നാണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? പക്ഷേ നിങ്ങൾ ഇതുകൊണ്ട് വിരളൊന്നും വേണ്ട. ഞാനൊക്കെ ആദ്യമൊക്കെ ഈ സിലബസ് കാണാൻ ഞെട്ടിപ്പോകും, ഇതെന്താ ഇങ്ങനെയെന്ന്. പക്ഷേ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന അധ്യാപകർ ആ സിലബസ് കൊടുത്തിട്ടാണ് അവർ ആ ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ആ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത്രയും കാലം വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മൾ റിസ്ക് എടുക്കാതിരിക്കും. അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഒന്നും മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ ഇല്ല. ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മെട്രിസസ്
മാത്തമാറ്റിക്സ് ഫിസിക്സില്ല, അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സാധാരണ PSCക്ക് ചോദിക്കുന്ന കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ കൂടി ഞാൻ ഈ ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയേ ചെയ്യുള്ളൂ. കാരണം നമുക്ക് ഒരു മാർക്കും പോകാൻ പാടില്ല. കാരണം ഒരു മാർക്ക് മാറിയാൽ പോലും നമ്മുടെ റാങ്ക് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ആദ്യത്തെ 5 നമുക്ക് എത്താനായിട്ട് പറ്റില്ല അങ്ങനെയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഏറ്റവും നല്ല ഒരു അടിപൊളി ചാൻസാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മക്കളെ, നിങ്ങളാരും യാതൊരുവിധ മടിയും വിചാരിക്കരുത്. എന്തെങ്കിലുമൊക്കെ മടിയുണ്ടെങ്കിൽ ഒരാഴ്ച സമയമുണ്ട്. ആ ഒരാഴ്ച നിങ്ങൾ സിനിമ കാണാൻ പോവുകയോ എവിടെയെങ്കിലും യാത്ര പോവുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇന്ന് മുതൽ ഞാൻ പഠിച്ചു തുടങ്ങാൻ തീരുമാനിക്കുക. അന്ന് മുതൽ പഠിത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 8 മാസം അല്ല, അതിൽ കൂടുതൽ നമുക്ക് സമയം കിട്ടും. കാരണം സാധാരണ ഒരു PSC വിളിച്ച് 1 വർഷം കറങ്ങി വരുമ്പോഴാണ് പരീക്ഷ വരുന്നത്. ഇപ്പോൾ കണ്ടു കാണുന്നത് അങ്ങനെയാണ്, അറിയില്ല. എങ്കിലും നമുക്കൊരു 6, 7, 8 മാസം മിനിമം നമുക്കിതിന് വേണ്ടി പ്രതീക്ഷിക്കാം. 8 മാസത്തോളം. അപ്പോൾ അത്രയും സമയമുണ്ട്. വേറെ ഒന്നിനും പോവാതെ, വേറെ എല്ലാം മാറ്റിവെച്ച് വീട്ടുകാരോടൊക്കെ പറഞ്ഞ് ഞാൻ പഠിക്കാൻ പോവുകയാണ്. HSST ആണ്. ഇനി ഇതുപോലൊരു ചാൻസിന് കിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൾക്കായിട്ട് റിട്ടയർമെൻറ്റ് വരുന്ന ആ സമയത്ത് നമ്മുടെ ഈ ലിസ്റ്റായിരിക്കും നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മക്കളെ ഈ ഒരു ചാൻസ് കളയരുത്. ഈ ഒരു ചാൻസ് കളഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ഖാദർ കമ്മിറ്റിയൊക്കെ വരുമ്പോൾ വേറെ കുറേ കുലുമാലുകൾ വരാം. അല്ലെങ്കിൽ ചെറുപ്പക്കാരെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചാൻസ് ഉണ്ടല്ലോ. അവർ റിട്ടയർ ആവുന്ന സമയമാകും. ആ സമയം നിങ്ങളെ മക്കളെ വേണം ചിലപ്പം B.Ed എടുപ്പിച്ച് കഴിഞ്ഞാൽ HSST ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവസരം കളയരുത്. വളരെ സീരിയസ് ആയിട്ട്, വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കൂ. ഇപ്പം നമ്മൾ കോഴ്സ് ചെയ്യുന്നുണ്ട് HSST ഫിസിക്സ്. അതായത് ഫുൾ സിലബസ് കവർ ചെയ്ത് ഒരുപാട് MCQs ചെയ്ത് 2 മാസം മുന്നേ ടോപ്പിക്കുകളൊക്കെ തീർക്കുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എപ്പോഴും മെൻറ്റർഷിപ്പ്, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അക്കാദമിക് ഓർഡർ മെസ്സേജ് ഇട്ടാൽ ഞാൻ അതിന് റിപ്ലൈ തരും. നിങ്ങൾക്ക് അതിനൊന്നും വിഷമില്ല. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ക്ലിയർ ചെയ്ത് തരും. അതിനൊന്നും ഒരു വിഷമില്ല. അതായത് ചുമ്മാ വന്ന് കാശ് തന്നിട്ട് നിങ്ങളെ പോകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മളിത് കൊണ്ടുപോകുന്നത് കേട്ടോ. ഇനി ചുമ്മാ കാശ് തരാൻ വരുന്നവരാണ് നിങ്ങൾ വരരുത്. നിങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ മാത്രമേ വരാറുള്ളൂ. വരണം അങ്ങനെ ഞാൻ പറയുന്നത്. ശരി, അപ്പോൾ എന്തായാലും ഇനി അധികം സംസാരിക്കുന്നില്ല. അപ്പോൾ എന്തായാലും കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തേക്കാം. ജോയിൻ ചെയ്യും. നിങ്ങൾ ജസ്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി, ഒരു കാര്യങ്ങളും പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി ക്ലാസ്സുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.